വയനാട് ഏൽപ്പിച്ച വലിയ നൊമ്പരം മലയാളിയുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. വയനാട്ടിലേക്ക് വലിയ വലിയ സഹായ ഹസ്തങ്ങൾ നീട്ടിക്കൊണ്ട് ഒരുപാട് സംഘടനകളും വ്യക്തികളും ബിസിനസ് ഗ്രൂപ്പുകളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ DYFI ഏകദേശം 25ഓളം വീടുകൾ പണിയുന്നതിന് വേണ്ടി നാട് മുഴുവൻ അവർ കഷ്ടപ്പെടുകയാണ്. അവർ കല്യാണ വീടുകളിൽ വിളമ്പാൻ പോകുന്നു, വിറക് കയറി കൊടുക്കുന്നു, തട്ടുകട നടത്തുന്നു. അത്തരത്തിൽ എല്ലാ സംഘടനകളും പോയി. ഞാൻ DYFI എടുത്തു പറഞ്ഞ കാര്യം, ഒരുപക്ഷെ ഒരു ഭരണപക്ഷ യുവജന സംഘടന എന്ന നിലയിൽ DYFI ഈ പണം കൊണ്ട് നേരിട്ട് വീടുകൾ പണിത് കൊടുക്കാതെ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്മാനിച്ചിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന പല ആളുകളുടെയും അത് പറയാനൊരു കാരണമാകുമായിരുന്നു. ഞങ്ങളുടെ സംഘടനകൾ പോലും നേരിട്ടല്ല ചെയ്തത്, മുഖ്യമന്ത്രിക്ക് അക്കൗണ്ടിലേക്ക് പണം കൊടുത്താണ്, ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യാനെടുക്കുന്ന വിഷയം ഏകദേശം 1000ഓളം വീടുകളാണ് ടൗൺഷിപ്പുകളായിട്ടും ഒക്കെ ആരാധനാലയങ്ങൾ, വിദ്യാലയങ്ങൾ ഇതൊക്കെ അവിടെ സ്പോൺസേഡായിട്ട് വന്നിട്ടുണ്ട്, ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും മാധ്യമങ്ങൾ പടിയിറങ്ങുമ്പോൾ ഈ വാഗ്ദാനങ്ങളും ഒപ്പം പടിയിറങ്ങിപ്പോകുമോ എന്ന ചോദ്യം പലർക്കും ഉണ്ടാകുന്നുണ്ട്. ആ ചോദ്യം നമ്മുടെ മുൻ അനുഭവങ്ങൾ പരിശോധിച്ചാൽ ആ ചോദ്യം തെറ്റല്ല എന്ന തോന്നലും നമുക്കുണ്ടാകും. വയനാട്ടിൽ മാധ്യമ ശ്രദ്ധ മാറുമ്പോൾ ഈ ഓഫർ ചെയ്ത് ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്ക് വലിയ വാർത്താ ഫ്രെയിമിലേക്ക് വന്ന ആളുകൾ പിന്മാറുമോ? എന്താണ് തോന്നുന്നത്? അപ്പോൾ വയനാട്ടിൽ നിന്ന് മാധ്യമങ്ങൾ എപ്പോൾ പടിയിറങ്ങുന്നു അപ്പോൾ ഈ പറയുന്ന ഈ സേവന സന്നദ്ധരായ ആളുകളും പടിയിറങ്ങുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമ്മുടെ മുൻകാല അനുഭവങ്ങളെല്ലാം തന്നെ കവളപ്പാറയിലായിക്കോട്ടെ, കുത്തുമലയിലായിക്കോട്ടെ ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് തെളിവായിട്ട് വരുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്, ഇവിടെയുള്ള ജനങ്ങളെ പുനരധിവസിപ്പിക്കണം. ഏതാണ്ട് ഒരു 250 കോടി രൂപയുണ്ടെങ്കിൽ ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു മാർഗ്ഗരേഖ ഇപ്പോഴും സർക്കാർ പുറത്തുവിടുന്നില്ല. ഈ പണം നൽകാനായിട്ട് സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ ഇവരെല്ലാം തയ്യാറായിട്ട് നിൽക്കുന്നു. അത് ഇപ്പം ഈ പറയുന്ന DYFI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ യുവജന സംഘടനകൾ രംഗത്തേക്ക് വരുന്നു. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടനകൾ, BJPയുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഇവരെല്ലാം രംഗത്തേക്ക് വരുന്നു. ഇപ്പോൾ പ്രധാനമായും ഒരു ആരോപണമുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഈ പണം നൽകിയാൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ വഴിതിരിച്ചു വിടുമോ? മുൻകാല അനുഭവമാണ്, ആരും തെറ്റു പറയാൻ പറ്റില്ല, ഒരു കുറ്റം പറയാൻ പറ്റില്ല, കൊടുക്കാതിരിക്കാനും പറ്റില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, ഇത് നേരത്തെ അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ DYFI ഇപ്പോൾ പറയുന്നത് 25 വീട് നിർമ്മിച്ചിരും. അതിന് അവരെന്തൊക്കെ ഫെസ്റ്റ് എടുത്തു? അവർ തട്ടുകട നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പാനായിട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ പോർക്ക് ഫെസ്റ്റ്, ഈ പോർക്ക് ഫെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ തന്നെ വലിയ വിവാദമാകുന്ന, എന്നിട്ടും അവർ ഹൈന്ദവ മേഖലകളിലൊക്കെ തന്നെ ഇത്തരം ഫെസ്റ്റ് നടത്തിയിട്ട് അങ്ങനെ സ്വരൂപിക്കുന്ന പണവും ഈ വീട് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വീട് നിർമ്മാണത്തിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ അവർ സന്നദ്ധരായി നിൽക്കുന്നു. സഹായത്തിന് DYFI നേരിട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടോ, കൊടുക്കുന്നവരാണോ എന്ന ചോദ്യം ബാക്കിയാവും. അതെ, അതൊരു സംശയം. ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ ഒരു കളിയാക്കൽ ഹാഷ്ടാഗ് അവർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. DYFI ഒരു പക്ഷേ ഈ പണം സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് വേറൊരു മാനമാണ്. പക്ഷെ അങ്ങനെ അവർ ചെയ്തിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ഇനിയും തീരുമാനം മാറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഈ മാധ്യമങ്ങൾ പടിയിറങ്ങുന്ന സമയം കൊണ്ട് തന്നെ ഇവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, സാധാരണക്കാർ, കൃഷി ചെയ്ത് ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്, വണ്ടി ഓടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഇവരുടെയൊക്കെ നഷ്ടം എങ്ങനെയാണ് നികത്തുക, എങ്ങനെ അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നിട്ട് ഒരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു പ്ലാൻ മുന്നോട്ട് വെക്കണം. എന്നിട്ട് അതൊരു ടൗൺഷിപ്പ് നിർമ്മാണത്തിലേക്ക് പോകണം. അല്ലാതെ ഇവരെ കുറച്ച് പേരെ അവിടെ കൊണ്ട് താമസിപ്പിച്ച് കുറച്ച് പേരെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ച് അങ്ങനെ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എത്ര വീടുകൾ നിർമ്മിച്ച് നൽകാൻ പറ്റും? എത്ര പേർക്കാണ് വീട് വേണ്ടത്? ഇനി ചില ആളുകൾ പറയുകയാണ് ഞങ്ങൾക്ക് അവിടെ താമസിക്കേണ്ട, ഞങ്ങളുടെ മാനസിക ഒരു ട്രോമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയാതെ വരുന്ന സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. ഇപ്പം തുടങ്ങണ്ടേ? ഉറപ്പായിട്ടും ഇപ്പോൾ തുടങ്ങണം. നമുക്ക് അതിന് മുമ്പിട്ട് സർക്കാർ വീടുകൾ വെച്ച് കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സുനാമി ഫ്ലാറ്റുകളുടെ അവസ്ഥ നമുക്കറിയാം. ചോർന്നൊലിക്കുന്ന ബാത്റൂം വെള്ളം പോലും താഴേക്ക് വീഴുന്ന സുനാമി ഫ്ലാറ്റുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇനിയൊരു പുനരധിവാസം ഉണ്ടാകുമ്പോൾ അവരെ നോക്കൂ, അവർ ആ സഖ്യൻ്റെ മടിത്തട്ടിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് അവനവൻ അധ്വാനിക്കുന്ന പണം കൊണ്ട് സുഖകരമായി ജീവിച്ച ആളുകളാണ്. അവർക്ക് പ്രകൃതി അവരെ ശിക്ഷിച്ചു എന്ന് വേണമെങ്കിൽ ഒരു വിഭാഗം പറയുന്നു. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക. ഇനി അവർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ അത് ഈ കവളപ്പാറയിൽ യൂസഫ് അലി കുന്നിൽ യൂസഫ് അലി പണിത 30 വീടുകളോളം എങ്കിലും സൗകര്യങ്ങളുള്ളതായിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കറിയാം കവളപ്പാറ ദുരന്തം നമുക്ക് മുന്നിൽ നിൽക്കുന്നു. അവിടെ ഏകദേശം കുറേ ആളുകൾക്ക് കവളപ്പാറയിലൊക്കെ ആയിട്ട് കുറേ വീടുകൾ നശിക്കുന്നു, കൃഷിയിടങ്ങൾ നശിക്കുന്നു, അവരുടെ വസ്തുവകകൾ നശിക്കുന്നു. ഒരുപാട് ഓഫറുകൾ അവിടെ ഏകദേശം 600ഓളം വീടുകളാണ് അവിടെ ഓഫറുകളായി വന്നത്. ഏകദേശം 136 വീടുകൾ വേണ്ടിടത്താണ് 600 വീടുകളുടെ ഓഫർ വന്നെന്ന് ചിന്തിക്കണം. പക്ഷേ ആ ദുരന്തമുഖത്ത് നിന്ന ആളുകൾക്ക് 3 മാസങ്ങൾക്ക് ഇപ്പുറം ദുരന്ത ഭൂമിയിൽ ഇറങ്ങി നിന്ന് സമരം ചെയ്യേണ്ടി വന്നു പുനരധിവാസത്തിന് വേണ്ടിയിട്ട്. പിന്നീട് 6ാം മാസത്തിൽ വീണ്ടും സമരമുഖത്തേക്ക് വരുമ്പോൾ കോടതി
സർക്കാരിനെ വിമർശിക്കുന്ന താക്കീത് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോയി. അവിടെ ഓഫറുകൾ വെച്ചതിൽ ചില സംഘടനകൾ കുഞ്ഞു കുഞ്ഞു വീടുകൾ വെച്ച് കൊടുത്തത് കൂടാണ്ട് ഏറ്റവും വലിയ രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് കവളപ്പാറയിൽ ഒരു കുന്നിൽ യൂസഫ് അലി വെച്ച് കൊടുത്ത 30ഓളം വീടുകൾ. അദ്ദേഹത്തിന് അവിടെ വീടുണ്ട്, റോഡുണ്ട്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഒരുക്കി. ആ സ്നേഹത്തോടെ ആ സ്ഥലത്തിന് ഇപ്പോൾ ജനങ്ങൾ വിളിക്കുന്ന പേര് യൂസഫ് അലി കുന്നെന്നാണ്. ഇപ്പുറത്തെ പിന്നീട് വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ അബ്ദുൽ വഹാബ് എംപിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത സർക്കാർ നൽകിയ 6 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ ഫെഡറൽ ബാങ്ക് 32ഓളം വീടുകൾ നിർമ്മിച്ചു നൽകി. ഈ കവളപ്പാറ ദുരന്തമുണ്ടാകുമ്പോൾ ആദ്യം കോളനികളിലേക്കാണ് മലയിടിഞ്ഞു വരുന്നത്. ആ കോളനി നിവാസികൾ 3 വർഷമാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ നരകയാതന അനുഭവിച്ചത്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് സർക്കാർ തലത്തിൽ വീടെന്ന് വിളിക്കാമോ എങ്കിൽ വിളിക്കാവുന്ന സൗകര്യങ്ങളൊന്നുമില്ലാത്ത കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകിയത്. അപ്പോൾ ഈ വയനാട് ദുരന്തത്തെ നേരിടുമ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതിക്ക് കൊടുക്കുന്ന 4 ലക്ഷം രൂപയാണ് ഒരു വീട് പണിയാൻ. അതായത് 4 ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങൾ വീട് പണിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല. നമുക്കറിയാം സർക്കാരിന് പണിയുന്ന വെയിറ്റിംഗ് ഷെഡുകൾക്ക് പോലും 10-15 ലക്ഷം രൂപയാണ് അതിൻ്റെ ടെൻഡർ എമൗണ്ട് എന്ന് എഴുതി വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ബാത്റൂം പണിയാൻ സർക്കാരിൻ്റെ കെട്ടിടങ്ങളിൽ ബാത്റൂം പണിയാൻ 2-3 ലക്ഷം രൂപ കൊടുക്കും. ചൈൽഡ് ഫ്രണ്ട്ലി ബാത്റൂമുകൾ പണിയാൻ 1-2 ലക്ഷം രൂപയുണ്ട്. ഒരു കുഞ്ഞു റൂമും അതിനകത്ത് കയറാൻ വേണ്ടി ഒരു യൂറോപ്യൻ ക്ലോസറ്റും കയറാൻ ഒരു ആർച്ചും വെച്ച് പണിഞ്ഞ് ടൈലിടുന്നതിന് 1-2 ലക്ഷം രൂപ കൊടുക്കുന്ന നാട്ടിലാണ് 2 ബെഡ്റൂമും ഹോളും കിച്ചണും അറ്റാച്ച്ഡ് ബാത്റൂമും ഉള്ള വീട് പണിയാൻ ഈ പറയപ്പെടുന്ന 4 ലക്ഷം രൂപ കൊടുക്കുന്നത് എന്നത് ഒരു വലിയ വിരോധാഭാസം തന്നെയാണ്. അപ്പോൾ ഒരു കാരണവശാലും സർക്കാർ അവിടെ ഒരു പാക്കേജ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 10 സെൻറ്റ് സ്ഥലത്ത്, വയനാട് നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകളായിരിക്കും, 10 സെൻറ്റ് സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 800-1000 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമുകളോ 3 ബെഡ്റൂമുകളോ കൂടിയ വീടുകൾ തന്നെയാണ് അവർക്ക് നിർമ്മിച്ച് നൽകപ്പെടേണ്ടത്. അവരവർ അവകാശപ്പെട്ടവരാണ്. കാരണം അവരൊരു തെറ്റും ചെയ്തിട്ടല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഉണ്ടായ അപകടമാണ്. അപ്പോൾ അതിനുള്ള പണം കേന്ദ്ര സർക്കാരും നൽകും, ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്, സംഭാവനകളുണ്ട്. നമുക്കറിയാം പല ആളുകളും 100 ഏക്കറിൽ ഈ പറയപ്പെടുന്ന ടൗൺഷിപ്പുകളും 1000 ഏക്കറിൽ നിന്ന് 100 ഏക്കർ കൊടുക്കാമെന്നും ഒക്കെ പറയുന്ന ബിസിനസ്സുകാരെയൊക്കെ നമ്മൾ കാണുന്നത്. നമുക്ക് അതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം, ഇപ്പോഴല്ലാതെ പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഈ കവളപ്പാറയിൽ ദുരിതം അനുഭവിച്ചവർ ആ ദുരിതഭൂമിയിൽ തന്നെ സമരം ചെയ്യേണ്ടി വന്ന, കോടതിയെ സമീപിച്ച് ഇപ്പോഴും കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട്, ആ ഒരു അവസ്ഥയിലേക്ക് പോലും സർക്കാർ എന്ന് കൊടുത്തത് 6 ലക്ഷം രൂപ വസ്തു വാങ്ങാനും 4 ലക്ഷം രൂപ വീട് പണിയാനുമാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കില്ല എന്ന് തന്നെയാണ് ഉത്തരം. പൂർണ്ണമായ കൈപിടിക്കലാണ്. ഇപ്പോൾ ഈ പറയപ്പെടുന്ന മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് നടത്തുന്ന തള്ളല്ല വേണ്ട. 600 വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിടത് കേവലം വന്നത് ഈ പറയുന്നത് 100-ൽ താഴെ വീടുകളാണെങ്കിൽ ഇവിടെ 1000-കണക്കിന് വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറയുന്നിടത്തുനിന്ന് പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ പടിയിറങ്ങുമ്പോൾ ഇവരും പടിയിറങ്ങും. പലരും വെറുതെ പറയണം ഞങ്ങൾ 4 വീട് വെച്ച് കൊടുക്കും, വാർത്തയാവും. ഒരു സെലിബ്രിറ്റി പറയുന്നു ഞങ്ങൾ 4 വീട്, പിന്നെ ആ വാർത്ത പുറകെ വായിക്കുമ്പോഴാണ് ഈ വീട് വെച്ച് കൊടുക്കുന്നത് എൻ്റെ നാട്ടിലാണ്, ഞാൻ അവിടെ നിന്ന് വാങ്ങുന്ന സിമെൻറ്റും ഇവിടെ നിന്ന് വാങ്ങുന്ന മണലും എൻ്റെ കൂട്ടുകാരും സഹായിച്ച് വീട് പണിയിടും. പക്ഷേ വാർത്ത എന്താ, ഇന്നയാൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇന്നയാൾ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇരട്ടത്താപ്പാണ്. ഈ ദുരന്തത്തെ പോലും സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. കുറ്റം പറയാൻ പറ്റില്ല. ദുരന്തങ്ങളെ പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഭരിക്കുന്ന നാട്ടിൽ അതിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേ കാരണം അവർ തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ സർക്കാർ ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മുഖ്യമന്ത്രി ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. മാധ്യമങ്ങൾ പടിയിറങ്ങുമ്പോൾ, പബ്ലിസിറ്റി പടിയിറങ്ങുമ്പോൾ ഈ ഓഫറുകളും പടിയിറങ്ങി പോകുന്ന ഒരു കാഴ്ച ഉണ്ട്. നമ്മുടെ മുന്നിൽ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ കവളപ്പാറയിലെ ഡേറ്റ. നമ്മൾ ഇനി അതിനോട് യോജിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ ഒരു പ്ലാൻ കൃത്യമായിട്ട് വെക്കുക, ഞങ്ങൾ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്, അത് പൊതുജനങ്ങളുടെ മുമ്പിൽ അങ്ങ് അവതരിപ്പിക്കുക. ഞങ്ങൾ ഇന്ന ടൗൺഷിപ്പാണ് നിർമ്മിക്കാൻ പോവുക, ഇന്ന വീടുകളാണ്, ഒരു വീടിന് ഇത്ര വലുപ്പമാണ്, ഇന്ന ഫാമിലിയാണ് ഇന്നടത്തേക്ക് കൊണ്ടുവന്നത്, ഇത്ര വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത വീട് നിർമ്മിക്കണമെങ്കിൽ അടുത്തൊരു സ്ഥലമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അപ്പോൾ ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുന്നു, ഇത്ര സെൻറ്റ് ഒരാൾക്ക് നൽകുന്നു, അവിടെ വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ, ബാക്കിയുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം ആണ് എന്ന് സർക്കാർ പ്രഖ്യാപിച്ചാൽ അതിനനുസരിച്ച് ഈ പറയുന്ന സന്നദ്ധ സംഘടനകൾ അവരോട് യോജിച്ചേനെ. അല്ല, അത് നല്ലൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. സർക്കാർ ചെയ്യേണ്ടത്, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്നത്, ഈ നഷ്ടപ്പെട്ട വീടുകളുണ്ട്, നഷ്ടപ്പെട്ട കൃഷിഭൂമികളുണ്ട്, നഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്, നഷ്ടപ്പെട്ട പള്ളികളുണ്ട്, ഇതിനൊക്കെ കൂടി എത്ര ഏക്കർ സ്ഥലം എടുക്കണം. ഈ നാടൊക്കെ ഒരുമിച്ച് താമസിച്ചവരാണേ. ഈ ഒരു ഏരിയ ഉണ്ടാവും, ആ ഏരിയ തിരിച്ച് അത് എത്ര ഏക്കറായിരുന്നു അത്രയും ഏക്കർ അക്വറിയറുള്ള ഭൂമി വയനാട്ടിലുണ്ട്. വസ്തു കൊടുക്കാമെന്ന് പറഞ്ഞ 100 ഏക്കർ 200 ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. ഇവിടെ ഈ വസ്തു സർക്കാർ അക്വയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ പേരിൽ തന്നെ അത് എടുക്കുന്നു. സർക്കാരിന്റെ നേതൃത്വത്തിൽ അത് തരംതിരിക്കുന്നു, ഒരാൾക്ക് നഷ്ടപ്പെട്ടതിനനുസരിച്ച് കൃത്യമായി തരംതിരിക്കുന്നു. എന്നിട്ട് ഈ വീടുകൾ ഓഫർ ചെയ്തവരുണ്ടല്ലോ, ഇവരെയൊക്കെ വിളിച്ചു വരുത്തണം സർക്കാർ. വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ എത്രയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരിൽ നിന്ന് ഈ സാധനങ്ങൾ ഒരു ആളെ വെച്ചിട്ട് ഈ സാധനങ്ങളിൽ ഒരു സർക്കാർ തലത്തിൽ തന്നെ ഒരു പാക്കേജ് ഉണ്ടാക്കുക. കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുണ്ട് പണത്തിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ വഹിക്കാൻ പോകുന്ന തുകയും ഈ പ്രൈവറ്റ് പാർട്ടികൾ വഹിക്കാൻ പോകുന്ന തുകയും ബാക്കി വരുന്നത് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുക. കൃത്യമായ ഒരു സുതാര്യത ഉണ്ടാകുക. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജ് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയാമോ? ഒരു ദുരന്തമുണ്ടായാൽ ഇതിൽ കേരളത്തെ ചേർത്ത് പിടിക്കുന്ന പിണറായി വിജയന്റെ പടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ രീതിയിൽ നമ്മൾ തന്നെ അത് DP ആക്കും അങ്ങനെ ഒന്നും ചെയ്താൽ. കാരണം
ഒരു 6 മാസം കൊണ്ട് ഇത് നിർമ്മിക്കാവുന്നതേ ഉള്ളന്നേ. അത്രേ ഉള്ളൂ. ഇത്രയും പണം കൊടുക്കാൻ ആളുകൾ കാത്തു നിൽക്കുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന 400-500 വീട് പണിയാൻ എത്ര സമയം വേണം? അതെ അതെ, സർക്കാരിൻ്റെ കയ്യിൽ ഇത്രയും സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ചുവപ്പ് നാണയിൽ കുരുങ്ങാതെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കൃത്യമായിട്ട് അവരെ മാറ്റി നിർത്തുക. അതിനുശേഷം പണം നൽകാൻ തയ്യാറായിട്ടുള്ള, സൗകര്യങ്ങൾ നൽകാൻ തയ്യാറായിട്ടുള്ളവരെ ഒന്നിച്ച് നിർത്തിയിട്ട് ഇന്ന സാധനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു, സർക്കാർ ഇത് ബേസ് ചെയ്യുന്നു, നിങ്ങൾ ഇത് ബാക്കി ചെയ്യൂ, ബാക്കി ഞങ്ങൾ ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവരെ കൂടെ നിർത്തുക. ഇവിടെ ഇത് ഞങ്ങളുടെ താല്പര്യം, ഞങ്ങളുടെ വീടുകൾ, ഞങ്ങൾ മാത്രം ചെയ്യുന്ന വീടുകൾ എന്ന് പറഞ്ഞിട്ട് അവിടെയും ഈ പറയുന്ന രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ മുൻകൂട്ടി കണ്ടെത്താൻ സർക്കാർ ഇനിയെങ്കിലും കഴിയണം. കാരണം നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളാണ് ഉള്ളത്. മുൻകൂട്ടിയുള്ള അനുഭവങ്ങളിലൊക്കെ തന്നെ ഈ വീടുകൾ കൃത്യസമയത്ത് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പലരും വീടിന് വേണ്ടി മുറവിളി കൂട്ടുന്നു. നമുക്കറിയാം, ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു 2-3-6 മാസത്തിനകം അല്ലേ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായി ശുചിമുറിയിൽ പോലും പോകാൻ കഴിയാത്ത സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയണം. അതിനുള്ള ഒരു ചിന്താഗതിയുമായിട്ട് മലയാളികൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കുകയാണ്. ആ മലയാളികളെ നമുക്ക് ഒന്നിച്ച് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. അപ്പോൾ സർക്കാരാണ് ആർജവം കാണിക്കേണ്ടത്. കേന്ദ്രം ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടു. അവരെ കൂടെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ, സന്നദ്ധ സംഘടനകളെ ചേർത്ത് പിടിച്ചാൽ, നമ്മൾ സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്ക് ഈ ദുരിതബാധിതരെ ഒന്ന് കൈ പിടിച്ച് ഉയർത്തിയിട്ട് ഒരു വലിയ ടൗൺഷിപ്പ് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. വയനാട് അത്രയും വിശാലമായ ഒരു ഭൂപ്രദേശം കൂടെയാണ്. അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് ഇനി കാത്തിരിക്കും. ഈ കവളപ്പാറയിലെ ജനങ്ങൾക്ക്, ദുരിതബാധിതരായ ജനങ്ങൾക്ക് വീണ്ടും ഉണ്ടായ ദുരിതം ഇനിയും വയനാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. യൂസഫ് അലി കുന്നിൽ യൂസഫ് അലി തീർത്ത ആ 30 വീടുകളുടെ സൗകര്യങ്ങളെങ്കിലുമുള്ള വീടുകൾ ഉയരട്ടെ. ഇവരെല്ലാവരും ഇനിയും ഏകോദര സഹോദരന്മാരെ പോലെ ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം വയനാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും ആശിക്കാനും മാത്രമേ പറ്റുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഭരണത്തോടും ഓർമ്മിപ്പിക്കാനുള്ളത് ഒരു വാചകമാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ വാചകമാണ്. ഒന്നാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ്. ആ ജീവിതങ്ങൾ, ആ ഫയലുകളുടെ ചുവപ്പ് നാടയിൽ കുരുങ്ങാതിരിക്കട്ടെ. ഇത് വെറും ജീവിതമല്ല, ഒരു മനുഷ്യായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ പൊട്ടി വന്ന ഒരു ഉരുളിൽ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് ഇപ്പോഴും 100-ലധികം പേര് എവിടെ പോയി എന്നറിയാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന, സങ്കടപ്പെട്ട് നിൽക്കുന്ന ജനതയ്ക്ക് മേൽ പിണറായി വിജയൻ സർക്കാർ കാരുണ്യഹസ്തങ്ങൾ നീട്ടട്ടെ. ഒത്തൊരുപ്പിച്ച് ഈ ചുവപ്പ് നാടകളുടെ പ്രതിബന്ധങ്ങളില്ലാതെ കൃത്യമായി അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം.